അന്തരിച്ച NCP സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയന്റെ മൃതദേഹം കൊച്ചിയിൽ നിന്നും കോട്ടയത്തേക്ക് എത്തിച്ചു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ നടക്കും. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. വിശദാംശങ്ങൾ. സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയന്റെ മൃതദേഹം ഇപ്പോൾ തിരുനക്കരയിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. നിരവധി പേരാണ് ജീവിതത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നിരവധി പേരാണ് അദ്ദേഹത്തെ കാണാനെത്തിയിരിക്കുന്നത്. കോട്ടയത്ത് 3 തിരുനക്കര മൈതാനിയിൽ പൊതുദർശനം, അതിനുശേഷം അദ്ദേഹത്തിന്റെ ജന്മദേശമായ ഉഴവൂരിലെ കുറിച്ചിസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. അവിടെ KR നാരായണൻ മെമ്മോറിയൽ LP സ്കൂളിലായിരിക്കും പൊതുദർശനം. അതിനുശേഷം വൈകിട്ടോടു കൂടിയാണ് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാരം. നാളെ രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിക്കും. NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാർ, അതുപോലെ താരിഖ് അൻവർ, പ്രഫുൽ പട്ടേൽ തുടങ്ങിയ നേതാക്കൾ സംസ്ഥാന ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ തിരുനക്കരയിൽ അദ്ദേഹത്തെ കാണാൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി TN വാസവൻ, കേരള രാഷ്ട്രീയത്തിന്റെ വിവിധ മേഖല, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ വ്യക്തിത്വങ്ങൾ, നിരവധി അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് അദ്ദേഹത്തിന്റെ ആരാധനമായ നിരവധി ജനങ്ങൾ എന്നിവരെല്ലാം തന്നെ ഇപ്പോൾ പൊതുദർശനത്തിനായി തിരുനക്കര മൈതാനിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഉഴവൂർ വിജയന്റെ നിര്യാണത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ അനുശോചിച്ചു. വാക്കുകളിലേക്ക്. രാഷ്ട്രീയത്തിൽ ജനതാ വ്യക്തിത്വവും സംഭാവനയും നിർവഹിച്ച നേതാവായി സഖാവ് ഉയർന്നു. സഖാവിന്റെ നിര്യാണം കേരള പൊതുജീവിതത്തിന് തീരാ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുടുംബാംഗങ്ങളോടും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനും അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇതെല്ലാം നേതാക്കൾ പ്രസംഗിച്ചാലും ആ പ്രസംഗം കഴിഞ്ഞിട്ട് സാധാരണ നേതാക്കൾ പ്രസംഗിച്ച് ജനം പിരിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയാണെങ്കിൽ ഉഴവൂർ വിജയൻ കൂടി പ്രസംഗിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ജനം കാത്തിരിക്കുന്ന ഒരു സ്ഥിതി കണ്ടിരുന്നു. പൊതുയോഗങ്ങളിൽ നന്നായി ഹരിതരസമായ പ്രസംഗങ്ങൾ നടത്തിയ ആളുകളെ ആകർഷിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ പ്രധാന റോളായിരുന്നു വിജയൻ വഹിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ നിര്യാണം തീർച്ചയായും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊരു കനത്ത നഷ്ടമാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നറിഞ്ഞില്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ വിജയന്റെ നിര്യാണം ഒരു കനത്ത നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടുള്ള അത്യഗാധമായ ദുഃഖവും അനുശോചനവും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. വളരെ അടുത്ത ഹൃദയബന്ധമുള്ള ഒരു ഉറ്റ സുഹൃത്തിന്റെ തികച്ചും ഇഷ്ടമായ മരണമാണ് ഉഴവൂർ വിജയന്റെ മരണം. വളരെ അടുത്ത വ്യക്തിബന്ധവും ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖിക്കുന്നു. കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും NCPയോടും ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു. ഉഴവൂർ വിജയൻ തനിക്ക് വേണ്ടിയോ തന്റെ മക്കൾക്ക് വേണ്ടിയോ ഭാര്യയ്ക്ക് വേണ്ടിയോ ഒന്നും സമ്പാദിച്ചില്ല. ഉള്ളതെല്ലാം സുഹൃത്തുക്കൾക്കും ബന്ധുക്കും വേണ്ടി മാത്രം സമൂഹത്തിന് നന്മ ചെയ്ത് കടന്നുപോയ വലിയ മനുഷ്യന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ കേരള ജനപക്ഷത്തിന് വേണ്ടി മാത്രമല്ല വ്യക്തിപരമായി ഒരു സുഹൃത്ത് എന്ന നിലയിലും ഞാൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ശ്രീ വിജയനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒട്ടനവധി പഴയ കാര്യങ്ങൾ ചിന്തിച്ച് പോവുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ശക്തനായ ഒരു നേതാവും കേരളത്തിലൊരു ജനകീയ പ്രവർത്തകനുമായിരുന്നു. അദ്ദേഹത്തിന്റെ നഷ്ടം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, പുരോഗമന പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ്. വ്യക്തിശുദ്ധിയും രാഷ്ട്രീയ ശുദ്ധിയും ഒരുപോലെ സൂക്ഷിച്ച മാതൃകാ പൊതുപ്രവർത്തകനാണ് ഉഴവൂർ വിജയനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഒരു ചാപല്യവുമില്ലാതെ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ആളാണ് ഉഴവൂർ എന്നും അദ്ദേഹം പറഞ്ഞു. ഉഴവൂർ വിജയന്റെ സംസ്കാര ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ഉഴവൂർ വിജയന്റെ നിര്യാണം ഇടതുപക്ഷത്തിന് കനത്ത നഷ്ടമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഉഴവൂർ വിജയന്റെ നിര്യാണം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് അപരിഹാര്യമായൊരു നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി കേരളത്തിലുടനീളം സഞ്ചരിച്ച് പ്രചാരവേല ചെയ്ത ഒരു ഉജ്ജ്വലനായ വാഗ്മി ആണ് ഉഴവൂർ വിജയൻ. സംഘടനാ രംഗത്തും പ്രക്ഷോഭ രംഗത്തും പ്രചാരണ രംഗത്തും കഴിവ് തെളിയിച്ച ഒരു നേതാവായിരുന്നു ശ്രീ ഉഴവൂർ വിജയൻ. ഈ നിര്യാണത്തിൽ
CPIM സംസ്ഥാന കമ്മിറ്റി അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. വിൻസെന്റിനെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തുമെന്ന് KPCC പ്രസിഡന്റ് MM ഹസൻ. വിൻസെന്റ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും വിൻസെന്റിന്റെ അറസ്റ്റ് ആസൂത്രിത ഗൂഢാലോചനയാണെന്നും MM ഹസൻ പ്രതികരിച്ചു. ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വരികയും അവർ പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണെങ്കിലും കേസെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ശ്രീ വിൻസെന്റിനെ കുറ്റവിമുക്തനാക്കുന്നതുവരെ എല്ലാ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിലും നിന്നും മാറ്റി നിർത്താൻ തീരുമാനിക്കുന്നു. MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം കുറ്റം ചെയ്തു എന്ന് തെളിയുകയും അദ്ദേഹത്തിന് അത് ശിക്ഷിക്കാൻ അദ്ദേഹം കോടതി തീരുമാനിക്കുകയും ചെയ്താൽ ആ സമയത്തല്ലേ അദ്ദേഹം അത് ആലോചിക്കേണ്ട കാര്യമുള്ളൂ. ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ആരോപണങ്ങളിലൊന്നും. വീട്ടമ്മയെ പീഡിപ്പിച്ചുവെന്ന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് നേതാവും കോവളം MLAയുമായ M വിൻസെന്റിന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. MLAയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതോടൊപ്പം പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും നാളെ കോടതിയിലെത്തും. എന്നാൽ KPCC നൽകിയ താൽക്കാലിക നടപടി മാത്രം പോരാ, MLA സ്ഥാനം തന്നെ നേതൃത്വം ഇടപെട്ട് രാജിവെപ്പിക്കണമെന്ന ആവശ്യവുമായി ഇരുവിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി.